ഹലോ ഫ്രണ്ട്സ്, ഇൻറ്റമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡിസൈനർ അംബർല കട്ട് കുർത്തിയാണ്. നല്ല ഫുൾ ഫ്ലെയറിൽ വരുന്ന സ്കേർട്ടാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു 3.5 മീറ്റർ ജോർജറ്റ് ഫാബ്രിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെക്കിലും സ്ലീവിലും എല്ലാം ഞാൻ ബീഡ്സ് വർക്കും അതുപോലെ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയിനായിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇവിടെ സ്കേർട്ട് പോർഷനും ബോഡി പാർട്ടും വേറെ വേറെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ സ്കേർട്ട് പോർഷന് 3 മീറ്ററും മുകളിലേക്ക് ടോപ്പ് പോർഷൻ തയ്ക്കാൻ 1/2 മീറ്ററുമാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 3.5 മീറ്റർ എടുക്കാം. ഇനി ഈ സ്കേർട്ടിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമേ ജോയിൻ വരണുള്ളൂ, താഴെ ഒട്ടും ജോയിൻ ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് വെട്ടണത്. ഇവിടെ ടോപ്പ് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കം വരണത് 15 ഇഞ്ചും വീതി എടുത്തിരിക്കുന്നത് 24 ഇഞ്ചുമാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കൈക്കുഴി മാത്രമേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇറക്കവും വീതിയും ഇതുപോലെ എടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഷോൾഡർ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇതുപോലെ തുണീനെ മടക്കാം. ഇവിടുത്തെ നെക്കിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചാണ്. കൈക്കുഴീൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 9.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ ഈ ടോപ്പ് പോർഷൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 15.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് അടക്കമാണ്. കറക്റ്റ് വേണ്ടത് നമുക്ക് 14 ഇഞ്ചാണ് തയ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത്. ഇനി ഇവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 8.5 ഇഞ്ചാണ്. 34 ഇഞ്ചിൻ്റെ 4/1 എടുക്കാം. ഇതെങ്ങനെയാണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് വയ്ക്കാം. ഇനി ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് വേണം നമ്മൾ ലൈനിങ് വയ്ക്കേണ്ടത്. ഇത് കോട്ടൺ ആണ്. അപ്പോൾ അതും ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 3 തുണിയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു യു നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാൻവാസിൽ അത് മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് നെക്ക് വരേണ്ടത് അതിവിടെ ഇതുപോലെ ക്യാൻവാസിൽ വിട്ടാം. എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് വേണം അതിങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് അത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെയായിട്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ലൈനിങ്ങിനെ നമ്മൾ ചീത്ത വശത്തേക്ക് ഇതുപോലെ മറിച്ചിടാണ്. ഈ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസ് എടുക്കുക. ഇവിടെ നെക്കിൻ്റെ വീതി 3 ഇഞ്ചും ലെങ്ത്ത് ബാക്ക് നെക്കിൻ്റെ ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനൊരു യു ഷേപ്പ് കൊടുക്കാം. ഇനി ഇതിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്. ഇനി ഇതെങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. അപ്പം ഇത് ക്രേപ്പ് ഫാബ്രിക് ആദ്യം വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നല്ല ഫാബ്രിക് ജോർജറ്റ് വയ്ക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് ഫാബ്രിക് വയ്ക്കേണ്ടത്. ഇനി ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനും ഇതുപോലെ മറിച്ചിടാം നല്ല വശത്തേക്ക്. അപ്പോൾ ഇവിടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പോർഷനും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 പീസിൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ജോർജറ്റിൻ്റെ തുണിയും ക്രേപ്പും ഇതുപോലെ ഒരുമിച്ച് വയ്ക്കാം. ലൈനിങ് പീസ് മാത്രമായിട്ട് ഇതുപോലെ പുറത്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെയും 2 വശം ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് ലൈനിങ് പീസ് മാത്രം ഞാൻ ഈ ഒരു സൈഡിലേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കത് അറ്റാച്ച് ചെയ്യാം. ഇനി താഴേക്കുള്ള സ്കേർട്ട് പോർഷനാണ്. ഇത് നമ്മുടെ ഓപ്പൺ സൈഡും ഇത് ഫോൾഡ് ചെയ്തുമാണ്. അപ്പോൾ ഈ ഒരു തുണീനെ ഞാൻ 2ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ കൊണ്ടുവരാം. അപ്പോൾ നമ്മളിവിടെ താഴേക്കുള്ള സ്കേർട്ട് പോർഷൻ അംബർലയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ഈ തുണീനെ മടക്കേണ്ടത്. ഈ സൈഡ് 2 ലെയറും ഒരു ഭാഗം അടങ്ങിയതുമാണ്. ഇനി ഇവിടെയായിട്ട് നമുക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബോഡി സ്പോട്ട് ഉണ്ടല്ലോ, അത് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗം ഇവിടെ വെച്ച് കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽത്തുമ്പ് കൂട്ടി അതിനെ 4 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ കിട്ടണതാണ് ഇവിടുത്തെ വേസ്റ്റിൻ്റെ അളവ്. അതിവിടെ മെഷർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ അത് 9.25 ഇഞ്ചാണ്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ എവിടെയാണ് 9.25 ഇഞ്ച് വരണത്, അപ്പോൾ അവിടെയായിട്ട് ഇതുപോലെ മുകളിൽ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് ടോട്ടൽ ലെങ്ത്ത് 42 ഇഞ്ചിൽ നിന്ന് ബോഡി പാർട്ട് മൈനസ് ചെയ്യുക. കിട്ടണതാണ് 29.5 ഇഞ്ച്. അത് വേണം ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. തയ്യൽത്തുമ്പ് അടക്കമാണ് 29.5 ഇഞ്ച്. അത് ഇവിടെ നമ്മൾ ടേപ്പ് വയ്ക്കേണ്ടത്, അത് നമ്മൾ ഇവിടെയായിട്ട് വേണം ടേപ്പ് വയ്ക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും 29.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരിക്കലും ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യരുത്. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് മൈനസ് ചെയ്യണം നമ്മൾ. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ താഴത്തെ ഈ ഒരു ഷേപ്പ് അതും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് വേറെ പീസ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ 3 മീറ്റർ എടുക്കണത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഒരു ഫുൾ അംബ്രല്ല സ്കേർട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് 42.5 ഇഞ്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ അംബ്രല്ല സ്കേർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പീസ് സൈഡ് മാത്രമേ കട്ടിങ് ഉള്ളൂ. ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്തതാണ്. ഈ സ്കേർട്ട് പോർഷൻ അടിയിലായിട്ട് നമ്മൾ ഒരു ക്രേപ്പ് ഫാബ്രിക് വയ്ക്കുന്നുണ്ട്. 2.5 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിന് 4 ഇതുപോലെ മടക്കാം. ഇനി ബോഡി പാർട്ടിന് ഇതുപോലെ മടക്കിയിട്ട് ഇവിടെയായിട്ട് ഈ മടങ്ങി ഒരു വെസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കാം. ഇവിടെയായിട്ട് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ടത് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഇതുപോലെ ഒരു ലൈൻ ഷേപ്പ് കൊടുക്കുകയാണ്. ഇതുപോലെ അറ്റം വരെ വരച്ചിട്ട് താഴെയായിട്ട് നമുക്കൊരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2.5 മീറ്ററിൻ്റെ തുണിയാണ്. ഇനി ഇവിടെ ഒരു ഫോൾഡ് ചെയ്ത ഭാഗമുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കും ആയിട്ട് സെപ്പറേറ്റ് കിട്ടും. ഇനി ഇവിടെ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലൈനിങ്ങും ക്രേപ്പ് ഫാബ്രിക്കും വയ്ക്കുന്നതാണ്. തുമ്പടക്കം സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 17 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡും അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നമ്മൾ ആ മാർക്കിങ് ഒന്നുകൂടി അടയാളപ്പെടുത്താണ്. അപ്പോൾ ഇവിടെ കൈക്കുഴിൻ്റെ നീളം 7 ഇഞ്ച്, പിന്നെ ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട്, പിന്നെ ഇവിടുത്തെ ഇറക്കൊക്കെ കറക്റ്റാണോ നോക്കുക, 14.5 ഇഞ്ച്. ഇനി ഇവിടുത്തെ വേസ്റ്റ് റൗണ്ട് അതെല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മളിനി ജോയിൻ ചെയ്യാൻ പോണത് കൊണ്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടുത്തെ സ്ലീവിൻ്റെ വണ്ണമൊക്കെ അടയാളപ്പെടുത്താം. ഇനി ഈ നല്ല തുണീൻ്റെ അടിയിലായിട്ട് നമ്മൾ ക്രേപ്പ് ഫാബ്രിക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ സ്കേർട്ട് പോർഷൻ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇനി ഈ ബോഡി പാർട്ടിൽ ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് സ്കേർട്ട് തയ്ക്കാൻ എളുപ്പമുണ്ടാവും. ഇനി ഇവിടുത്തെ വണ്ണം തന്നെയായിരിക്കണം ഈ ഒരു സ്കേർട്ടിൻ്റെ വണ്ണത്തിലും വരേണ്ടത്. ഇനി ഈ ഭാഗം ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ നിങ്ങൾ പിൻ ചെയ്ത് വയ്ക്കാം. ഇനി ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ ഇതിന് ചുറ്റും ഇതുപോലെ വയ്ക്കാം. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ വയ്ക്കാം.
ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിൻ്റെ അടിയിൽ ലൈനിങ് കോട്ടനും വെച്ചിട്ടില്ല, ക്രേപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഓപ്പൺ ആയിരുന്നല്ലോ, അപ്പോൾ അത് ഇവിടെ സ്ലീവിൻ്റെ അവിടെ നിന്ന് അറ്റം വരെ തയ്ച്ചു പോവാം. അപ്പോൾ ഇവിടെ ഫുള്ള് ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ മാത്രമേ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇനി ക്രേപ്പ് ഫാബ്രിക്കിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി തയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കോട്ടൺ ലൈനിങ് ഇടാം. ഈ നല്ല ഫാബ്രിക്കിൻ്റെയും അടിഭാഗം മടക്കി തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്ലെയിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ലേസ് ഞാൻ സ്ലീവിൻ്റെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെയും. അപ്പോൾ പാർട്ടി വെയർ ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ആണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.